ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അറബിക്കടലിൽ ബ്രിട്ടൻ ആണവ അന്തർവാഹിനി വിന്യസിച്ചിട്ടുണ്ടെന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച HMS ആൻസൺ വടക്കൻ അറേബ്യൻ കടലിൽ എത്തിയതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടനിലെ താവളങ്ങൾ ഉപയോഗിക്കാൻ വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ സൈന്യത്തിന് അനുമതി നൽകിയിരുന്നു. പിന്നാലെയാണ് ഈ നീക്കം. ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആദ്യം നിരസിച്ചിരുന്നു. എന്നാൽ മിഡിൽ ഈസ്റ്റിലുടനീളം ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് ശേഷം നിലപാട് മാറ്റി. US-ന് RAF ഫെയർഫോർഡും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ UK സംയുക്ത താവളമായ ഡീഗോ ഗാർസിയയും ഉപയോഗിക്കാൻ കഴിയുമെന്നറിയിച്ചു. റിപ്പോർട്ട് പ്രകാരം മാർച്ച് 6-ന് HMS ആൻസൺ ഓസ്ട്രേലിയയിലെ പെർത്തിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. ലണ്ടനിലെ പെർമനന്റ് ജോയിന്റ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ഓരോ 24 മണിക്കൂറിലും അന്തർവാഹിനി ഉപരിതലത്തിൽ എത്തുന്നുവെന്ന റിപ്പോർട്ട് പറയുന്നു. അതേസമയം ശനിയാഴ്ച ഇറാൻ 2500 മൈൽ അകലെയുള്ള ഡീഗോ ഗാർസിയ ലക്ഷ്യമിട്ടിരുന്നു. ഇറാൻ വിക്ഷേപിച്ച 2 മിസൈലുകളും ദ്വീപിൽ പതിച്ചെങ്കിലും ഇറാന്റെ കൈവശം മുൻപ് അംഗീകരിച്ചതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടെന്ന സൂചനയാണ് നൽകിയത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ US-ന് സർക്കാർ പ്രത്യേക അനുമതി നൽകുന്നതിന് മുൻപാണ് ആക്രമണം നടന്നതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു വൃത്തത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന ട്രംപിന്റെ സൂചനകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നയം മാറ്റവും ഭീഷണിയും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ പ്രദേശങ്ങൾ ആക്രമിച്ചാൽ US-ന്റെ എല്ലാ ഊർജ്ജ വിവര സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങളും ഉപ്പുവെള്ളം ശുദ്ധീകരണ കേന്ദ്രങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും തങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ മറുപടി നൽകി. ഇതോടെ ഇസ്രായേലും US-ഉം ആരംഭിച്ച ഇറാൻ യുദ്ധം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശനിയാഴ്ച രാത്രിയോടെ തെക്കൻ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതോടെ ആരാത്ത്, ഡിമോണ നഗരങ്ങളിൽ ശക്തമായ ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 100 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും ബുദ്ധിമുട്ടേറിയ രാത്രിയെന്നാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. അതേസമയം ഡിമോണയ്ക്ക് സമീപമുള്ള നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ പറ്റിയെന്ന വാർത്തയെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തള്ളിക്കളഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയോടെ ടെഹ്റാൻ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം യുദ്ധത്തിൽ ആദ്യമായി ഇറാൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയയിലുള്ള ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിലേക്ക് 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. മിസൈൽ സൈനിക കേന്ദ്രത്തിന് സമീപം പതിച്ചെന്നും നാശനഷ്ടമൊന്നുമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.